മഹാരാഷ്ട്രയിൽ പുതിയ മഹായുതി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകുന്നേരം 5:30 മുംബൈയിലെ ആസാദ് മൈതാനിയിലാണ് ചടങ്ങുകൾ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കും. മേ പുണ്യായേൻ, ഞാൻ തിരിച്ചുവരും. 2019-ൽ ദേവേന്ദ്ര ഫട്നാവിസ് ബിജെപിയുടെ പാർട്ടി റാലികളിൽ ഗർജിച്ചു. വാക്കുപാലിക്കുകയാണ് മഹാരാഷ്ട്രയുടെ പ്രിയപ്പെട്ട ദേവബാബു. ദേവേന്ദ്ര ഫട്നാവിസ് 3ാം തവണ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. മഹാരാഷ്ട്രയിൽ നല്ല ഭരണം ഉറപ്പാക്കാൻ എല്ലാ തീരുമാനങ്ങളും കൂട്ടായി എടുക്കുമെന്ന് പ്രഖ്യാപനം. മഹാരാഷ്ട്രയിലെ ബിജെപിയുടെ എക്കാലത്തെയും വലിയ വിജയത്തിന്റെ ശില്പിയാണ് ഫട്നാവിസ്. ബിജെപി സ്ഥാനാർത്ഥികൾ മത്സരിച്ച 149 സീറ്റുകളിൽ 132 വിജയമുറപ്പാക്കി. ശക്തമായ RSS പിന്തുണയുള്ള ദേവേന്ദ്ര ഫട്നാവിസ് 2014-ൽ തന്റെ 44-ാം വയസ്സിലാണ് ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. ശരത് പവാറിന് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി. അന്ന് അവിഭക്ത ശിവസേനയുമായി BJP സഖ്യത്തിലായിരുന്നു. 2019-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം രൂക്ഷമായി. ശിവസേന സഖ്യത്തിൽ നിന്ന് പിന്മാറി. BJP അജിത് പവാറുമായി കൈകോർത്തു. ഫട്നാവിസ് മുഖ്യമന്ത്രിയായും അജിത് പവാർ ഉപമുഖ്യമന്ത്രിയുമായും സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ സർക്കാരിന്റെ ആയുസ് നീണ്ടത് 80 മണിക്കൂറുകൾ മാത്രം. അജിത് പവാർ NCPയിലേക്ക് മടങ്ങി. പക്ഷേ മാസങ്ങൾക്കുള്ളിൽ മഹാവികാസ് അഘാഡിയിൽ ഏക്നാഥ് ഷിൻഡെ കലാപക്കൊടി ഉയർത്തി. ആ സർക്കാരിന്റെ തകർച്ച ഫട്നാവിസിന് പുതിയ പ്രതീക്ഷകൾ നൽകി. 2022-ൽ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് കണക്കുകൂട്ടി. പക്ഷേ ഏക്നാഥ് ഷിൻഡെയുടെ കീഴിൽ ഉപമുഖ്യമന്ത്രിയാകാൻ സമ്മതിക്കേണ്ടി വന്നു. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ അംഗമായിയാണ് ഫട്നാവിസ് പൊതുപ്രവർത്തനത്തിൽ ആദ്യം സ്വയം അടയാളപ്പെടുത്തുന്നത്. 1992-ൽ തന്റെ 22-ാമത്തെ വയസ്സിൽ നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മെമ്പറായി. പിന്നെ അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി. നിലത്ത് ചെവിയും ചക്രവാളത്തിൽ കണ്ണുമുള്ള രാഷ്ട്രീയ ചാണക്യൻ എന്ന് BJP വിശേഷിപ്പിക്കുന്ന ഈ 54-കാരന് മഹായുതിയെ ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ എന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുക. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.